ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. ദൂരമോ പ്രായമോ ഒരു പ്രശ്നമേ അല്ല. സംഗീതം പഠിക്കാൻ താല്പര്യമുള്ള ഏവർക്കും സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെയും ഓഫ്ലൈൻ ട്യൂഷനിലൂടെയും സംഗീതം പഠിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സരിഗ സംഗീത വിദ്യാലയം. ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തല പഞ്ചായത്തിൽ ഇരുമത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, അതല്ല ഓൺലൈൻ ട്യൂഷനിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ ഇവിടെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, കീബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ വയലിൻ, വായ്പാട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിഗ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. വളരെ പഴയ സിനിമയാണ്. ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മ, ഇതിൻ്റെ സംഗീതം ജി ദേവരാജൻ. 3 ഘട്ട ശ്രുതിയിലാണ് പാട്ട് പോകുന്നത്. നമുക്ക് സി പൊസിഷൻ വായിക്കാം. ജി കഴിഞ്ഞിട്ട് ജി പൊസിഷനിൽ ഇതിൻ്റെ ഒരു 7 നോട്ടുകൾ വരുന്നുണ്ട്. ജി പൊസിഷൻ കൂടെ ചേരുന്ന 2 പൊസിഷനുണ്ട്. ജി നമുക്ക് സി പൊസിഷനിൽ ആ പാട്ട് ആരംഭിക്കാം. നമ്മുടെ ഫിംഗർ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആദ്യം മാ എന്ന് പറയുന്നത് ഈ മോതിരവിരലും, പാ എന്ന് പറയുന്നത് ചെറുവിരലും. അത്ര മനസ്സിലാവില്ല. ഇനി ഒറ്റ വരലുകൊണ്ട് കാണിക്കുക. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അടുത്തത് ആ നോട്ട് തന്നെ വരുന്നത്. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മഗ സരിഗ സരിഗ സ മമ മഗ സരിഗ സ. ആ 2 ലൈൻ്റെയും ഒറ്റ നൊട്ടേഷൻ തന്നെ വരുന്നത്. മനുഷ്യനും മതങ്ങളും അത് നോക്കാം. സഗരിഗ എന്ന് പറയുന്ന നോട്ട് സായിൽ നിന്ന് ഇങ്ങനെ വരണം. മനുഷ്യനും മനുഷ്യനും മതങ്ങളും മനുഷ്യനും സഗരിരി മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി. നേരത്തെ ആ നോട്ട് തന്നെ. ദൈവങ്ങൾ
ആ നോട്ട് തന്നെ ആയത്തിന് മണ്ണു പങ്കുവച്ചു. ഒന്ന് വായിച്ചു നോക്കേ. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി ഗരി ഗമ അത് കഴിഞ്ഞ് മനസ്സു പങ്കുവച്ചു. പദനി പദനിധ പദനി പദനിധ പമഗ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഈ 5 ഫിംഗർ കൊണ്ട് മുഴുവൻ മുക്കാൽ നോട്ടുകളും വായിക്കാം. പിന്നെ ശകല നോട്ടുകൾ മാത്രമേ ഇങ്ങോട്ട് മാറുന്നുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് പഠിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക.